ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അസ്ലാസ് കുക്ക് ആൻഡ് വ്ളോഗ്. ഇന്നിനകത്ത് നല്ലൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഈ ചോക്ലേറ്റ് കേക്ക് കഴിക്കാനായിട്ട്. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കേക്കാണ്. വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇനി നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കണം നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് ഒരു 2 ടീസ്പൂണ് കോഫി പൗഡർ, ഇനി ഇതിലോട്ട് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കോഫി പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, അതേപോലെ നല്ല കളറും കിട്ടും. അപ്പോൾ നമുക്കത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി കേക്കിലോട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് മൈദ, ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. ഇതിന് പകരം 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കും കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അരിപ്പയിൽ അരിച്ചെടുക്കാം, മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ 2 തവണ നമ്മൾ അരിപ്പയിൽ അരിച്ചെടുക്കണം, എങ്കിലേ കേക്ക് നല്ല സോഫ്റ്റ് ആവുള്ളൂ. അതേപോലെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടുള്ളൂ കേട്ടോ. 2-3 തവണ അരിച്ചെടുത്താൽ മതി, കൂടുതൽ അരിച്ചെടുക്കരുത്. ഇനി കേക്ക് ബേക്ക് ചെയ്യാനുള്ള കേക്ക് ടിന്ന് റെഡിയാക്കാം. ഞാൻ ഇതേപോലെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഞാൻ ഓയിൽ തടവി കൊടുക്കുകയാണ്. ഒരുപാട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ, കുറച്ച് ഓയിൽ മാത്രം സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഞാൻ റൗണ്ടിൽ മുറിക്കാൻ വേണ്ടി നോക്കിയതാണ്, റൗണ്ടിൽ മുറിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതേപോലെ ഒന്ന് ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ഒന്ന് ഇതേപോലെ ഒന്ന് മറുഭാഗം ഒന്ന് മറിച്ചിട്ട് വെക്കണം. കേക്കിൽ ഒരുപാട് ഓയിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കേക്കിൽ ഒരുപാട് ഓയിൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേക്ക് നല്ല ഡ്രൈ ആയി പോകും കേട്ടോ. അപ്പോൾ കുറച്ച് ഓയിൽ തേച്ചാൽ മതി കേട്ടോ. അപ്പോൾ കേക്ക് ടിന് റെഡി ആയിട്ടുണ്ട്. ഇനി കേക്കിലോട്ടുള്ള എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലോട്ട് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. കേക്ക് ടിന്നും ഡ്രൈ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി എടുത്തതിന് ശേഷമാണ് എഗ്ഗ് ബീറ്റ് ചെയ്യേണ്ടത്. കേക്കിലോട്ടുള്ള ബാറ്റർ ഒരുപാട് ടൈം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കരുത്. ബാറ്റർ റെഡിയായ ഉടനെ തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങണം. അപ്പോൾ ഇത് രണ്ടും റെഡിയാക്കി വെച്ചതിന് ശേഷം എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. 4 എഗ്ഗും പൊട്ടിച്ചിട്ട് ബൗളിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം അത് നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ്, പിന്നെ അതേപോലെ ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടിത് ബീറ്റ് ചെയ്തെടുക്കണം. ബാക്കി കുറേശ്ശെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതും ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ കേക്കിലോട്ട് എടുത്തിട്ടുള്ള 1/2 കപ്പ് പഞ്ചസാര മുഴുവനായിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് ടൈം ബീറ്റ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്താൽ മതി. ഓയിൽ ചേർത്തതിന് ശേഷം ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ കേക്ക് നന്നായിട്ട് സോഫ്റ്റായി കിട്ടും കേട്ടോ. ഇനി ഇതിലോട്ട് നേരത്തെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള കോഫി ചേർത്ത് കൊടുക്കാം. ചോക്ലേറ്റ് കേക്കിനും ബ്ലാക്ക് ഫോറസ്റ്റിനും കോഫി പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, അതേപോലെ നല്ല ഫ്ലേവറാണ്. കോഫി പൗഡർ ചേർക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചേർത്തിട്ട് കേക്ക് ഉണ്ടാക്കി നോക്കൂ, നല്ല സൂപ്പറായിരിക്കും. പിന്നെ നമ്മുടെ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ആയിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്, ഒന്നായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. പിന്നെ മിക്സ് ചെയ്യുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണം, ഫോൾഡ് ആൻഡ് കട്ടാണ് ചെയ്യേണ്ടത്. ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ഒരു മരത്തിൻ്റെ തവിയോ അല്ലാന്നുണ്ടെങ്കിൽ സ്പാച്ചില എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ഞാൻ മുഴുവനായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ പാനിലോട്ട് കേക്ക് ടിന്നിലോട്ട് ഞാൻ ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. കേക്ക് മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് 2 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ടാപ്പ് ചെയ്തെടുക്കുന്നത്.
കേക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് ഒരു തട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മുടെ കേക്കിൻ്റെ പാൻ വെച്ച് കൊടുക്കുന്നത്. ഇതൊന്ന് മൂടി വെക്കാം. ഇനി ഞാൻ ഒരു ബട്ടർ പേപ്പറിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ ചെറിയൊരു ഹോളുണ്ട്, അതൊന്ന് അടച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലൊരു വെയിറ്റ് വെക്കാം. ഒരു 30 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. സ്റ്റൗ നല്ല കുറച്ച് വെച്ചതിന് ശേഷമാണ് കുക്ക് ചെയ്തെടുക്കാൻ. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. കാണുമ്പോൾ തന്നെ കേക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ടാവും നമ്മുടെ കേക്ക് കുക്കായി കിട്ടുന്നതൊക്കെ. എനിക്കിവിടെ ഒരു കറക്റ്റ് 30 മിനിറ്റിന് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കത്തി വെച്ചിട്ടൊന്ന്, കത്തിയോ അല്ലെങ്കിൽ ടൂപ്പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് കുത്തി നോക്കാം. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഈ കേക്കിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ജസ്റ്റ് ഞാൻ സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് സൈഡ് ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിട്ട് തരാൻ വേണ്ടിയിട്ടൊന്ന് കറക്കിയെടുക്കുകയാണ്. എന്നിട്ടൊരു പാത്രം വെച്ചിട്ട് ഒന്ന് കമഴ്ത്തി കൊടുക്കാം. സ്പാച്ചിലേക്ക് പകരം കത്തി ഉപയോഗിക്കാം. കേക്കിൻ്റെ മുകളിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് നീക്കം ചെയ്യാം കേട്ടോ. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ബൗളും വിസ്കും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂർ തണുപ്പിച്ചെടുത്തതാണ്. ഇനി ഇതിന് 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ കേക്കിനായിട്ട് എടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് നല്ല ഫ്ലഫിയായി വരുവോളം ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 തവണയായിട്ടാണ് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇപ്പം ഞാനിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ കൊക്കോ പൗഡർ ചേർത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ടാണ് ക്രീമിൽ കൊക്കോ പൗഡർ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഹെർഷസിൻ്റെ ചോക്ലേറ്റ് സിറപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിന് പകരം നിങ്ങൾക്ക് ചോക്ലേറ്റ് പൗഡർ ചേർത്ത് കൊടുക്കാം. എനിക്ക് ചോക്ലേറ്റ് സിറപ്പ് ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോക്ലേറ്റ് സിറപ്പ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് പൗഡറാണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഫ്ലഫി ആയിട്ട് വരണം. അപ്പം ഞാൻ ഇവിടെ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഇതാണ്ടോ നല്ല ഫ്ലഫി ആയിട്ടാണ് ക്രീം ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കേക്കൊക്കെ ഫ്രിഡ്ജിലിരുന്ന് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി കേക്കാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. ഇനി ഞാനിത് ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു ലെയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ലെയറും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് 3 ലെയറായിട്ട് കിട്ടും. ഞാനിവിടെ 3 ലെയറിലാണ് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. കേക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല തിന്നായി പോവരുത്, ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ടാണ് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഫസ്റ്റ് ലെയർ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് നന്നായിട്ട് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. സിറപ്പ് നന്നായിട്ട് അപ്ലൈ ചെയ്തെടുത്താലാണ് കേക്ക് നല്ല സോഫ്റ്റ്, നല്ല കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക. പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ഞാനിവിടെ ക്രീം തേച്ച് കൊടുക്കുന്നത്. ഫസ്റ്റ് ലെയറിൽ നന്നായിട്ട് ഷുഗർ സിറപ്പൊക്കെ തേച്ചിട്ട് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ക്രീം തേച്ച് കൊടുത്താൽ നമുക്ക് എല്ലാ ഭാഗത്തും ഒരുപോലെ ചെയ്തെടുക്കാൻ കഴിയും. ക്രീമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം. എനിക്ക് ക്രീം നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് ക്രീമൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയറാണ്. സെക്കൻഡ് ലെയർ ഫസ്റ്റ് ചെയ്ത മാതിരി തന്നെ ഫസ്റ്റ് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിതവിടെ സെക്കൻഡ് ലെയറും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ലെയറാണ്. ഇതിൻ്റെ മുകളിലോട്ടും മുമ്പത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കേക്കൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. 3 ലെയറും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ചെയ്യേണ്ടത് ക്രീമൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും അപ്ലൈ ചെയ്തെടുക്കണം, തേച്ച് കൊടുക്കേണ്ടതാണ്.
അപ്പോൾ ഞാനിവിടെ ക്രീമൊക്കെ അത്യാവശ്യം നന്നായിട്ട് തേച്ചിട്ട് സ്പാച്ചില ഒന്ന് ജസ്റ്റ് ഒന്ന് ചെരിച്ച് പിടിച്ചതിന് ശേഷം ഒന്നുകൂടെ കറക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ നന്നായിട്ട് ഒരേ ലെവലായിട്ട് കിട്ടും കേട്ടോ. ഞാൻ അറിയാത്തവർക്കായിട്ട് ഒന്നുകൂടി പറയുകയാണ്, സ്പാച്ചില ജസ്റ്റ് ഒന്ന് ചെരിച്ച് പിടിക്കുക, എന്നിട്ട് നന്നായിട്ട് ക്രീമൊക്കെ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് സൈഡിലോട്ടൊക്കെയാണ് ക്രീം തേച്ച് കൊടുക്കേണ്ടത്. ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് തന്നെയാണ് സൈഡിലോട്ടൊക്കെ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ക്രീം തേച്ച് കൊടുക്കാം. ഈ സൈഡിലുള്ള ക്രീമൊക്കെ നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കണം. മുമ്പ് പറഞ്ഞ പോലെ തന്നെ സ്പാച്ചില ജസ്റ്റ് ഒന്ന് ചെരിച്ച് പിടിച്ചിട്ട് നമ്മുടെ ഡൈനിങ് ടേബിൾ ഒന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ട് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. കേക്കിൻ്റെ ചില ഭാഗത്തൊന്നും ക്രീമൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ ഞാൻ നന്നായിട്ട് ക്രീമൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് ലെവൽ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാനിതാ കേക്കൊക്കെ നന്നായിട്ട് ക്രീമൊക്കെ തേച്ച് നല്ല ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിലോട്ട് ഒരു മാക്സിമം 2 മണിക്കൂറെങ്കിലും വെക്കണം. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത കേക്കാണ്. ഇനി ഞാനിവിടെ ഫ്ലവറൊക്കെ വരയ്ക്കാൻ പോവുകയാണ്. ഞാൻ ഫസ്റ്റ് താഴെ ഭാഗം ബോർഡർ വരയ്ക്കാൻ പോവുകയാണ്. ശരിക്കും ലാസ്റ്റാണ് ബോർഡർ വരയ്ക്കേണ്ടത്. ഞാൻ ഓർമ്മയില്ലാതെ ഫസ്റ്റ് ബോർഡർ വരയ്ക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഞാനതിങ്ങനെ ഫിനിഷ് എടുത്തിട്ടുണ്ട്. ഡിസൈനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഇവിടെ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. വീണ്ടും ഞാനിതവിടെ ഹെർഷസിൻ്റെ സിറപ്പും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ ജസ്റ്റ് സൈഡിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ചെയ്തെടുക്കുമ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഉപയോഗിച്ചാൽ മതി. അതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്, പിന്നെ കാണാനും കുറച്ചും കൂടി ഭംഗിയും കിട്ടും. എൻ്റെ കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഗനാഷ് ഉണ്ടാക്കാത്തത് കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ചെറുതായിട്ട് ഫ്ലവറൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് പറ്റണ മാതിരി ചെറുതായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തതാണ്. ഇപ്പോൾ ഞാനിതാ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ഷുഗർ ബോൾസൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.